ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്ന ഫ്രൂട്ട് കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. എൻ്റെ നാട്ടിലൊക്കെ പറയുന്ന ഇതിന് ആനപ്പുളിഞ്ചി എന്നാണ് പറയുന്നത്. ആനപ്പുളിഞ്ചിക്ക എന്ന് പറയും. നിങ്ങളുടെ സ്ഥലത്തൊക്കെ പറയുന്ന ഇതിന് വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻ്റ് ഇടണേ. അപ്പോൾ അറിയാം, എല്ലാവർക്കും അത് വായിക്കുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. എനിക്ക് ഈ പുളിപ്പൊക്കെ ഉള്ള ഫ്രൂട്ടും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ഫ്രണ്ട് എനിക്ക് കുറേ കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതിപ്പോൾ ഇതുകൊണ്ട് ഒന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിങ്ങനെ ഒരു എനിക്കൊന്ന് കഴിക്കാൻ വേണ്ടി ഞാനിത് ഉണ്ടാക്കിയത്. ഇതെന്ന് പറയുന്നത് ഇത് വരിക്ക എന്നാണ് പറഞ്ഞത്. ഈ ആനപ്പുളിഞ്ചിയിൽ ഇത് വരിക്ക ഇനത്തിൽപ്പെട്ടതാണ്. ഭയങ്കര മധുരമാണ് ഇതിന്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നറിയോ, ഞാനിത് ഇന്ന് വൈകുന്നേരം ഞാൻ ഇതിൻ്റെ ഒരു 2 ഫ്രൂട്ട് എടുത്തിട്ട് ഞാനിതിനെ കട്ട് ചെയ്ത് അതിൽ കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് വച്ചിരുന്നു. അതിനുശേഷം ഒന്ന് കഴിച്ച് നോക്കി എന്നാ ടേസ്റ്റ് എന്നറിയോ, ഭയങ്കര ടേസ്റ്റാണ്. അത് മാത്രമല്ല കുറച്ച് പഞ്ചസാര ഇടാമെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, എന്നാ ടേസ്റ്റ് എന്നറിയോ, ഭയങ്കര ടേസ്റ്റായത്. അതുകൊണ്ട് പുളിപ്പും മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുൻപൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് കിട്ടുമ്പോൾ കഴിക്കുമായിരുന്നു, വെറുതെ ഇങ്ങനെ നമ്മൾ കടിച്ച് ഇങ്ങനെ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് തോന്നി ഇനി ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. പക്ഷേ അത് ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അതുപോലെ നല്ല നമ്മുടെ ബോഡിക്കും നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്, നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, പിന്നെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാതെ ഇങ്ങനെ ഇട്ടിട്ട് അതിനൊന്ന് പെറുക്കി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഇത് കഴിച്ചത് നിങ്ങൾ കഴിച്ചതിന് ശേഷം എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. എപ്പോഴെങ്കിലും കിട്ടുന്നതെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഇതിൻ്റെ റിവ്യൂ എനിക്ക് നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ട് തരണം കേട്ടോ.